അതുകൊണ്ട് കണ്ണിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വീഡിയോകൾ കാണുന്നത്, മലിനമായത് കാണരുത്. ന്യൂഡിറ്റി, മനുഷ്യന്റെ നഗ്നത കാണിക്കുന്നത് ഒരു മനുഷ്യൻ കാണരുത്, കാണാൻ പാടില്ലത് ഹറാമാണ്. അങ്ങനെ വല്ല പരസ്യവും വരുമ്പോഴേക്കും അതിനെ സ്വൈപ്പ് ചെയ്ത് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ് സ്വൈപ്പ് ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ചിലപ്പോൾ വാള് കേൾക്കുന്നതിന് പരസ്യം കയറി വരും അല്ലേ? ചില ആളുകൾ അങ്ങനെ വാള് പറയുന്ന, ഞാൻ അവരെ കുറ്റം പറയല്ല, ഓരോരുത്തർക്കും അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അവനവന്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് പൈസ കിട്ടണം എന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ അവർക്കത് ചെയ്യാം. എന്റെ പേരിൽ ഒരുപാട് ചാനലുണ്ട്, അവരൊക്കെ പരസ്യം കൊടുക്കുന്നവരാ. എന്റെ ഒരു ഒഫീഷ്യൽ ഒരു ചാനലാണുള്ളത്, ആ ചാനലിൽ പരസ്യം ഉണ്ടാവില്ല. അതിപ്പോ ലൈവ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, അതിൽ പരസ്യം ഉണ്ടാവില്ല. അത് പൈസ വേണ്ടാന്ന് തീരുമാനിച്ചുകൊണ്ടാണ്. പക്ഷേ എന്തുകൊണ്ടെന്നറിയോ, അതൊന്നും ഒരു ത്വാഹിറല്ല, ഒരു ശുദ്ധിയുള്ള ഒരു മുതലല്ല അത്. ഇന്നല്ലാഹ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. പക്ഷേ നമ്മൾ ഏത് വാഴ് കേൾക്കുമ്പോഴും ഇടയിലൂടെ ചില പരസ്യങ്ങൾ കയറി വരുമ്പോഴേക്കും ആ പറഞ്ഞ വിഷയവുമായി നേരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള, നേരെ എതിരായിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും ആ പരസ്യത്തിലൂടെ കിട്ടുക. മനസ്സിലായില്ലേ? ഉടനെ സ്വൈപ്പ് ചെയ്യണം, നമ്മളത് എടുത്തു കളയണം. നമ്മുടെ റിസർച്ച് ചെയ്യുമ്പോൾ അതിന്റെ സൈഡ് ബാറുകളിൽ ഒരുപാട് ഫ്രീ ആപ്പുകൾ വരും, ഡേറ്റിംഗ് ആപ്പുകൾ. അങ്ങനെയാണ്. ഒറ്റയ്ക്കിരിക്കുകയാണോ, നിങ്ങൾക്കൊരു പെണ്ണിനെ പരിചയപ്പെടേണ്ടതുണ്ടോ, ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ. നമ്മുടെ കുട്ടികളോടായി പറഞ്ഞു കൊടുക്കുന്നതേ അത്തരം ആപ്പുകൾ, ഡേറ്റിംഗ് ആപ്പുകൾ. ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ പാച്ച വ്യഭിചാരം ചെയ്യാൻ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ കൂടെ അങ്ങനെ കൊണ്ടുനടക്കാൻ. അത് 2, 3, 4, 8 മാസം